എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂൾ തുറപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഒരുത്തൻ്റെ ബാഗ് തൂക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറന്നു. നമ്മൾ 2 മാസത്തെ വെക്കേഷനൊക്കെ കണ്ണടച്ച് തുറക്കണതിന് മുമ്പാണ് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രാഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെയാണ് ഇവൻ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ സാർ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ ബുക്കും പുസ്തകമൊക്കെ ഒന്ന് പൊതിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമ്മൾ ബ്രൗൺ പേപ്പറും കാര്യങ്ങളൊക്കെ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്കൂളിൽ ടെക്സ്റ്റൊക്കെ ഇന്ന് ഫസ്റ്റ് ഡേ, അതായത് 3-ാം തീയതി, ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് 4-ാം തീയതിയാണ്. അപ്പോൾ 3-ാം തീയതിയാണ് നമുക്ക് ബുക്സൊക്കെ കിട്ടിയത്. അപ്പോൾ ബുക്സൊക്കെ പൊതിയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇവൻ എൻ്റെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബുക്കൊക്കെ പൊതിഞ്ഞെടുക്കാം. ബുക്കുകളൊക്കെ പൊതിയാനായിട്ട് കുറച്ച് എളുപ്പ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കൂടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബുക്ക് പൊതിയലും, അതായത് സ്കൂൾ ഉറപ്പെന്ന് പറയുമ്പോൾ തന്നെ ഒരു രസമുള്ളൊരു ഏർപ്പാടാണ്. പിന്നെ അതിന് ശേഷം വലിയ രസമൊന്നും ഉണ്ടാവത്തില്ലെങ്കിലും ആദ്യത്തെ ആ ഒരു ടൈമിൽ പുതിയ ബുക്ക്, പുതിയ പുസ്തകം, ബാഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് എന്നെയും കുറേ വർഷം പിന്നിലേക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിനായിട്ട് ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ബുക്കല്ല, ടെക്സ്റ്റ്. അപ്പോൾ ഇത് നമുക്കൊരു എളുപ്പ വഴിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെക്സ്റ്റ് ആണെങ്കിലും നോട്ട്ബുക്ക് ആണെങ്കിലും അതിൻ്റെ ആ ഒരു നീളം നോക്കിയിട്ട് അതേ സൈസിൽ, എല്ലാ ടെക്സ്റ്റും ഒരേ സൈസിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സൈസിൽ നമ്മൾ പേപ്പറുകളെല്ലാം ഫസ്റ്റ് ഒന്ന് മുറിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ബ്രൗൺ പേപ്പർ മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്, അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ ബ്രൗൺ പേപ്പർ വാങ്ങിക്കുമ്പോൾ വീതി കൂടിയതും കുറഞ്ഞതും ആയിട്ട് വാങ്ങിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കുറേ വേസ്റ്റ് വരും നമുക്ക്. വീതി കുറഞ്ഞത് നമുക്ക് നോട്ട്ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് എടുക്കാം. ഈ വീതി ഉള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് 2 ആക്കാനും പറ്റത്തില്ല. എന്താ പറയുക, അത്രയും വേസ്റ്റായി പോകും. ബുക്ക് പൊതിയാനായിട്ട് നമുക്ക് അതിൻ്റെ അത്രയും ആവശ്യം വരത്തില്ല. അപ്പോൾ ഈ വീതി കൂടിയതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോർഷൻ അകത്തേക്ക് മടക്കിയൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു റോള് നിങ്ങൾ വീതി ഉള്ളതും ഒരെണ്ണം വീതി കുറഞ്ഞതുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ നോക്കി വാങ്ങിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു കടയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബ്രൗൺ പേപ്പർ എന്ന് പറഞ്ഞു അവരെടുത്ത് തന്നതും മേടിച്ചുകൊണ്ട് ഇങ്ങ് പോന്നു. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ അതേ അളവിൽ ബ്രൗൺ പേപ്പർ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. നമ്മളിത് ഇതേ രീതിയിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഴിഞ്ഞൊന്നും പോകത്തില്ല, കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഞാൻ പിന്നെ ഒന്നോടൊന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും കട്ട് ചെയ്തതിന് ശേഷം സെല്ലോ ടേപ്പും കൂടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും പൊതിയുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണിത്. പണ്ട് എൻ്റെ ബുക്കൊക്കെ പൊതിയുന്ന സമയത്ത് അമ്മ ചെയ്ത് തന്ന ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാനും ഈ ഒരു രീതിയിൽ അങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 സൈഡും, 2 അല്ല 4 സൈഡും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ, നമ്മൾ ആ ഒരു ചെറിയ പോർഷൻ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ മടക്കി വയ്ക്കും. എന്നിട്ട് സ്റ്റാപ്ലർ അടിച്ചങ്ങ് വയ്ക്കും. ഇവൻ്റെ കൂടെ ബുക്ക് പൊതിയാനും ബുക്ക് വാങ്ങാനും ഒക്കെ പോയൊരു സമയത്ത് ഞാനും കുറേ നാൾ പിന്നിലേക്ക് പോയി. നമുക്കൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുമല്ലോ സ്കൂളിൽ പോകുമ്പോൾ, മറ്റേ പുതിയ ബാഗ് വെച്ച് ബുക്ക്. ഇതുപോലെ എനിക്കൊക്കെ ആദ്യത്തെ ആ ഒരാഴ്ച പോകാനൊക്കെ ആയിരുന്നു ഒരു ഇൻട്രസ്റ്റ്. അത് കഴിയുമ്പോൾ പിന്നെ മടിയായി തുടങ്ങുമായിരുന്നു. പക്ഷേ ഇവൻ അങ്ങനെ മടിയൊന്നുമില്ല, ഇവൻ എന്തായാലും പൊക്കോളും. അപ്പോൾ എന്തായാലും നമ്മുടെ 2 മാസത്തെ ആ വെക്കേഷനൊക്കെ അങ്ങ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് പോയത്. ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞോ എന്നായിപ്പോയി ലാസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ഇവന് ഒരു ടെക്സ്റ്റിന് കിട്ടാനുണ്ട്. അപ്പോൾ ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ടെക്സ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി നോട്ട്ബുക്കുകളും പൊതിയാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ടീച്ചർ ബുക്കിൻ്റെ കണക്ക് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു റഫ് ഐഡിയ വെച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ പുറകെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിയ ബുക്കും പുസ്തകവും എല്ലാം കൂടെ പൊതിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. ആദ്യം തന്നെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ പൊതിയാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇവനെയും കൂടെ ഞാനിത് എങ്ങനെയൊക്കെയാണ് പൊതിയുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആശാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് എണീറ്റ് പോയി. അവനിതൊക്കെ മടുപ്പാണ്. അവനവിടെ പക്കിയും പറത്തി നടപ്പുണ്ടായിരുന്നു.
പിന്നെ അപ്പോൾ നമ്മൾ ടെക്സ്റ്റുകളെല്ലാം പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നോട്ട്ബുക്കുകളും കൂടെ പൊതിയാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വീതിയുള്ള ബ്രൗൺ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം വേസ്റ്റായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിക്കുമ്പോൾ വീതി കുറഞ്ഞതും കൂടിയതുമായിട്ട് നോക്കി വാങ്ങിക്കുക. കണ്ടോ, നമ്മൾ ആ ഉള്ളിലേക്ക് മടക്കുമ്പോൾ കുറേ പോർഷൻ പോകും. പക്ഷേ ഇത് പകുതി വെച്ചിട്ട് മടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തികയത്തുമില്ല. അപ്പോൾ അതാണ് ഒരു അബദ്ധം പറ്റിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിക്കുമ്പോൾ 2 അളവിലുള്ളത് മേടിച്ചാൽ നിങ്ങൾക്ക് അത്രയും വേസ്റ്റ് കുറവും, പിന്നെ എനിക്ക് തോന്നുന്നു റേറ്റും കുറവാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ബുക്കും ഇതുമൊക്കെ തന്നിട്ട് അവൻ പതുക്കെ നൈസായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ബുക്കൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് വർഷം പിന്നിലേക്ക് പോകാൻ പറ്റി. ഭയങ്കര നൊസ്റ്റു ഫീലിംഗ് ആണ്. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഭയങ്കര നൊസ്റ്റു ആണ് ഈ സാധനം. നമ്മൾ ഈ ബുക്കുകളൊക്കെ പൊതിഞ്ഞ് ഒക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഈ ബുക്കെല്ലാം പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് നെയിം സ്ലിപ്പുമായിട്ടാണ് അവൻ്റെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മളിതേ പൊതിഞ്ഞ് വെച്ചേക്കുന്ന ബുക്കിലും ടെക്സ്റ്റിലും ഒക്കെ ആയിട്ട് അവൻ അറഞ്ചം പുറഞ്ചം ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സ്കൂൾ തുറപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്നെപ്പോലെ നൊസ്റ്റു ഫീലിംഗ് ഒക്കെ അടിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളെന്തായാലും നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് അവൻ്റെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ എന്തായാലും ഇതൊക്കെ ആയിട്ട് സ്കൂളിൽ പോകണൊരു ഇൻട്രസ്റ്റിലാണ് ആശാൻ. അപ്പോൾ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്